ഹായ് ഓൾ, എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ ആഷ്ന ഷാജി. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 2027 നടക്കാൻ പോകുന്ന LDC പരീക്ഷ നിങ്ങൾക്കുള്ളതാണ്. അതായത് 2026 നമ്മളിപ്പോ നിൽക്കുന്നത് അല്ലെ. 2026 അവസാനത്തോടു കൂടി നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാവുന്ന പാവപ്പെട്ടവന്റെ IAS എന്നറിയപ്പെടുന്ന LDC പരീക്ഷ. യെസ്, ഈ പരീക്ഷ നിങ്ങൾക്കുള്ളത് തന്നെയാണ്. ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അതായത് നിങ്ങൾക്കിപ്പം ലാസ്റ്റ് ചാൻസ് ആണ്. ജനറൽ കാറ്റഗറി 36 വയസ്സുള്ള ഒരാളാണ് നിങ്ങൾ എങ്കിൽ, അല്ലാത്ത പക്ഷം ഒരു OBC കാറ്റഗറി 39 ആണ്. അതുമല്ല നിങ്ങൾക്ക് ഇനിയും ചാൻസസ് ഉണ്ട് എന്നുള്ളവരാണ് എങ്കിൽ, ഇതെല്ലാം നിങ്ങളുടെ ഒരു അവസാന ഘട്ടം. അതായത് ഇനി നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ നിങ്ങളുടെ മുന്നിൽ ടൈം ഇല്ല. അതായത് എന്താ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് അവസാന ചാൻസായി കണ്ടുകൊണ്ട് ഈ പരീക്ഷയിലെങ്കിലും ജോലിക്ക് കയറാൻ നിങ്ങൾ ഇപ്പോൾ തുനിഞ്ഞില്ല എങ്കിൽ ഇനി നിങ്ങൾ അതിൽ നിന്ന്, അതായത് ഇതും കഴിഞ്ഞ് അടുത്തൊരു നോട്ടിഫിക്കേഷൻ 3 വർഷം അല്ലെങ്കിൽ ഇനി മുന്നോട്ട് പോകുമ്പോൾ ഒരു 5 വർഷമായിരിക്കും. അതായത് നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് 2025 വന്നത് 2028 വരുന്നത്. ഇപ്പോൾ നിങ്ങൾ പഠിച്ചു തുടങ്ങിയാൽ 2028 റാങ്ക് ലിസ്റ്റ് ആണ് നിങ്ങൾക്ക് വരാനായിട്ട് സാധിക്കുന്നത്. വർഷം 2026 ആയിട്ടുള്ളൂ. നിങ്ങളുടെ മുന്നിൽ ഇഷ്ടം പോലെ സമയമുണ്ട്. ഓക്കെ, ഇനി 2028 വന്നതിന് ശേഷം എപ്പോഴാണ് 2030 കഴിഞ്ഞ് നിങ്ങളുടെ മുന്നിലേക്ക് പോകും. അപ്പൊ ഒന്ന് ഓർത്ത് നോക്കി, ഏകദേശം എത്രത്തോളം വർഷമാണ് നമ്മൾക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത് അല്ലെ. അപ്പോ ഈ ഒരു മൊമെന്റ്, ഈ ഒരു വീഡിയോ ദൈവമായിട്ട് നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാനായിട്ട് അർഹതപ്പെട്ടവരിലേക്കാണ് ഈ ഒരു വീഡിയോ കാണുന്നത്. എന്റെ പ്രിയ കൂട്ടുകാരെ, ഈ വീഡിയോ കാണുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് വളരെ ചെറിയ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതായത് നിങ്ങൾക്ക് 2028 നോട്ടിഫിക്കേഷൻ വന്ന് ആ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടി ജോലിക്ക് കയറുമെന്ന് തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നവരും, ഒരു 150 ദിവസം ഇതിനു വേണ്ടി എന്ന് വന്നാലും കഷ്ടപ്പെടാൻ ഞാൻ തയ്യാറാണ്, അതായത് ഇപ്പൊ ഞാൻ കഷ്ടപ്പെടാൻ തയ്യാറാണ്, ഇനി എനിക്ക് അങ്ങോട്ടേക്കുള്ള ലൈഫിൽ ചേഞ്ചസ് വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ മാത്രമേ ഈ ഒരു വീഡിയോ കണ്ടാൽ മതി. അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് ഈ വീഡിയോ കൊണ്ട് ഉപകാരം ഉണ്ടാവുള്ളൂ. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് വരാം. ഞാനിവിടെ പറയാനായിട്ട് പോകുന്നത്, നമ്മൾ കഷ്ടപ്പെടാനായിട്ട് നിങ്ങൾ തയ്യാറാണോ? കഷ്ടപ്പെടുക ഇൻ ദ സെൻസ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണ്, നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും പ്രശ്നങ്ങൾ ഉണ്ടാകും. പ്രശ്നങ്ങൾ, സ്ട്രെസ്, ആൻസൈറ്റി ഇതൊന്നും ഇല്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ഒരു നല്ലൊരു ഗവൺമെന്റ് ജോലി സ്വപ്നം കാണുന്നതാണ് എങ്കിൽ അതിന് വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ നമുക്ക് നല്ലൊരു കമന്റ് ഞാൻ കണ്ടു. യെസ്, അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം കറക്റ്റ് ആണ്. അതിന്റെ ക്രെഡിറ്റ് എടുത്തുകൊണ്ട് ഞാൻ പറയട്ടെ, ജോലി എന്ന് പറഞ്ഞ് എല്ലാം ത്യജിക്കാനായിട്ടും തപസ് ചെയ്ത് ഇതിന് വേണ്ടിയിട്ട് ഇരിക്കാൻ തയ്യാറായിട്ടുള്ളവർ മാത്രമാണ് PSCയുടെ ആദ്യ റാങ്കിൽ വന്നിട്ടുള്ളതും ഇപ്പോൾ ജോലിയിൽ കയറിയിട്ടുള്ളതും. ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് ഉണ്ടാകും. PSC പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടുമോ ഇല്ലയോ അതൊന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. ആദ്യത്തെ 100 റാങ്കിൽ വന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി അഡ്വൈസ് അനുസരിച്ച് പോവും, നിങ്ങൾക്ക് ജോലി പ്രതീക്ഷിക്കാവുന്നതുമാണ് അല്ലെ. അപ്പോ നമുക്ക് ബാക്കി മറുഭാഗം ചിന്തിച്ച് മാറ്റി വെച്ചിട്ട് എങ്ങനെയാണ് ഈ അവസാനം, അതായത് ഇനി ഇത് നിങ്ങൾക്ക് അവസാന ചാൻസ് ആണ്, ഇനി എനിക്ക് പഠിക്കാൻ വയ്യ, ഈ ഒരു 150 ദിവസമാണ് നമ്മൾ പറയും. 150 ദിവസം കൃത്യമായിട്ട് നമ്മൾ പഠിക്കാനും അതിനുവേണ്ടി മെനക്കെടാനും തയ്യാറാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു മൊമെന്റ് മുതൽ എന്ത് ചെയ്യുക, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. നമുക്ക് ഡീറ്റെയിൽസിലേക്ക് പോകാം. 2023 അവസാനത്തെ, അതായത് 11ാം മാസം എന്ന് പറയുമ്പം നവംബർ മാസത്തിലായിരുന്നു LDCയുടെ അവസാനത്തെ നോട്ടിഫിക്കേഷൻ PSC റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കോവിഡ് ഉണ്ടായതുകൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് ഒരുപാട് നീണ്ടു വന്നു. അല്ലെങ്കിൽ അവസാനത്തെ PSC വിളിച്ചതിന് ശേഷം പ്രിലിംസ് മെയിൻസ് കഴിഞ്ഞ് ഇപ്പൊ പ്രിലിംസ് എടുത്ത് മാറ്റി വെച്ച് ഒരൊറ്റ എക്സാം ആക്കിയതിനു ശേഷം ലാസ്റ്റ് 2023 നോട്ടിഫിക്കേഷൻ വന്ന് 2024 മിഡ് ആയപ്പോഴത്തേക്കും അതിന്റെ എക്സാം വന്നിട്ടുണ്ടായിരുന്നു. 2025 ഓഗസ്റ്റ് മാസമായപ്പോഴാണ് ഇതിന്റെ മെയിൻ ലിസ്റ്റ് എന്ത് ചെയ്തത്, PSC റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, PSC മെയിൻ ലിസ്റ്റ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ഈ 2025 കഴിഞ്ഞ് 2028 ഓഗസ്റ്റിലായിരിക്കും ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരുന്നത്. ആ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരുന്ന സമയത്ത് 2028 ഓഗസ്റ്റ് മാസം പുതിയ റാങ്ക് ലിസ്റ്റ് എന്ത് ചെയ്യണം, PSCക്ക് അനൗൺസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ 2026 ഒരു നവംബർ മാസത്തോട് കൂടിയിട്ട് നമുക്ക് LDCയുടെ ഏറ്റവും പുതിയൊരു നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. 2027 മിഡ് ആകുമ്പോൾ എക്സാം പ്രതീക്ഷിക്കാം. 2028 മെയിൻ ലിസ്റ്റ്
നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ജനുവരി മാസമാണ് അല്ലെ? അപ്പൊ ഈ ഒരു വർഷം മുഴുവനും നമുക്ക് ഇരുന്ന് കടന്ന് ഒക്കെ പഠിച്ചാലും എന്താണ്, നിങ്ങൾക്ക് ടൈം നിങ്ങളുടെ മുന്നിൽ, ഒരുപാട് സമയം നിങ്ങളുടെ മുന്നിൽ കിടക്കുന്നുണ്ട്. 2027 പകുതി ആകുമ്പോഴത്തേക്കും എന്താണ്, നിങ്ങൾക്ക് എക്സാം എഴുതാം. അതായത് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യത്തിലുള്ളൂ, ഇപ്പൊ നിങ്ങൾ വർക്കിംഗ് ആയിരിക്കാം, പ്രൈവറ്റ് സെക്ടറിൽ ജോലി ചെയ്യുന്നവരായിരിക്കാം, അമ്മമാരായിരിക്കാം, വീട്ടമ്മമാരായിരിക്കാം, വർക്കിംഗ് വുമൻസ് ആയിരിക്കാം, സ്റ്റുഡൻസ് ആയിരിക്കാം, വാട്ട് എവർ ഇറ്റ് ഈസ്. ഈ ഒരു വർഷം, അതായത് ഈ ഒരു റാങ്ക് ലിസ്റ്റ് നിങ്ങൾ നോക്കിക്കേ, ഇപ്പോഴൊരു ലോങ് ടേം പ്രോസസ് ആണ്. ഇപ്പോഴേ തുടങ്ങിയാലാണ് 2028 ആകുമ്പോൾ നമ്മളുടെ പേര് ആ റാങ്ക് ലിസ്റ്റിൽ വരികയുള്ളൂ അല്ലെ? അപ്പൊ ഇപ്പോഴേ മുതൽ നിങ്ങൾ തയ്യാറെടുക്കാൻ റെഡി ആണ് എങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു ജോലിയിലേക്ക് കയറാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നതാണ്. അപ്പോ ഒരു 150 ദിവസം നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനു വേണ്ടിയിട്ട് മെനക്കെടുക. അവസാന ഘട്ടം തയ്യാറെടുപ്പിൽ ഏജ് ഓവർ ആയിട്ട് നിൽക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു അവസരം ഇപ്പോഴേ മുതൽ എന്ത് ചെയ്യുക, അത് നിങ്ങൾ പഠിച്ചു തുടങ്ങുക. അതായത് നിങ്ങൾക്കായിരിക്കും കുറച്ചുകൂടി ബാക്കിയുള്ളവരെക്കാളും സീരിയസ് ആയിട്ടുണ്ടാവുന്നതും കൂടുതൽ ജോലിയിൽ കയറാനുള്ള സാധ്യതയും നിങ്ങൾക്കാണ്. അത് അവസാന ഘട്ടം അല്ലെങ്കിൽ ഇതെന്റെ ലാസ്റ്റ് ചാൻസ് ആണെന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ എഫേർട്ട് ഇട്ട് പഠിക്കുന്ന ആളുകൾ ഉണ്ടാകും. അതായത് വേറൊന്നും ചിന്തിക്കാതെ, അല്ലെങ്കിൽ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ വന്ന് ചെറിയൊരു മാർക്കിന്റെ വ്യത്യാസത്തിൽ റാങ്ക് ലിസ്റ്റ് നഷ്ടപ്പെട്ടു പോയവരൊക്കെ ഉണ്ടാകും. അപ്പൊ നമുക്ക് കീപ് ട്രൈയിങ്, നമുക്ക് ഒരു പൊസിഷനിൽ എത്തുന്നത് വരെ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം, ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. മനസ്സിലായി? നമ്മൾ കഷ്ടപ്പെട്ടുകൊണ്ടേ ഇരിക്കുക. അപ്പൊ ഇപ്പോഴത്തെ ഒരു 150 ദിവസം നിങ്ങളുടെ കഷ്ടപ്പാടാണ് ബാക്കിയുള്ള നിങ്ങളുടെ ജീവിതത്തിന്റെ നിലവാരത്തെയും നിങ്ങളുടെ ലൈഫിന്റെ സ്ട്രക്ചറിനെയും എന്ത് ചെയ്യാനായിട്ട് പോകുന്നത്, മാറ്റി മറയ്ക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം പേടി എന്നുള്ളൊരു കാര്യത്തെ നിങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് എന്റെ ചാൻസ് ആണ്, ഈ ജോലി എനിക്കുള്ളതാണ്, ഞാൻ ദിവസവും പഠിക്കും, നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കുക. ഈ ലോകത്ത് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ആൾ ആരാണ്? നമ്മളാണ്. നമ്മളെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ നമുക്കേ പറ്റുള്ളൂ അല്ലെ? നമ്മുടെ വിഷമം എന്താണ്, നമുക്ക് എന്താണ് വേണ്ടത്, നമുക്ക് വിശക്കുമ്പോൾ, നമുക്ക് ദാഹിക്കുമ്പോൾ, അതൊക്കെ നമ്മളല്ലേ തിരിച്ചറിയും. നല്ലത് കൂടെ ഉള്ളവർ നമ്മളെ തിരിച്ചറിയണം എന്ന് വാശി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് യാതൊരു നേട്ടം ഉണ്ടാവില്ല. അപ്പൊ എപ്പോഴും പ്രയോറിറ്റി നമുക്ക് കൊടുക്കുക, നമ്മളുടെ ആവശ്യങ്ങൾ അല്ലെ, നമുക്ക് എന്താവണം, നമ്മൾ എന്ത് നേടണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. നമുക്ക് ഒരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ടാകും, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പൊ നമ്മൾക്ക് ആ പ്രശ്നത്തെക്കാൾ കൂടുതൽ പ്രയോറിറ്റി നമ്മുടെ ജോലിക്കാണ്. ഇതിന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും. പല ആളുകൾക്കും പറ്റുന്നത് പ്രശ്നത്തെയാണ് നമ്മൾ കൂടുതലായിട്ട് അഭിമുഖീകരിക്കുന്നത് അല്ലെ? പ്രശ്നത്തെ ആയിരിക്കും കൂടുതലായിട്ട് അഭിമുഖീകരിക്കുന്നത്, അല്ലെങ്കിൽ അതിനൊരു സൊല്യൂഷൻ ഉണ്ടാവും. എന്തൊരു കാര്യമാണെങ്കിലും അതിനൊരു സൊല്യൂഷൻ ഉണ്ടാകും. ആ സൊല്യൂഷന് കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യുക. അപ്പോ ഇവിടെ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങളുടെ തന്നെ എന്താവുക, പവർഫുൾ ആയിട്ടുള്ള നിങ്ങളെ മനസ്സിലാക്കുക. നിങ്ങൾക്ക് എന്താണ് വേണ്ടത് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ ലൈഫ് ഹാപ്പി ആക്കാനുള്ള കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും നിങ്ങൾ കണ്ടുപിടിച്ച് മുന്നോട്ട് പോവുക. ഓക്കെ, അതേപോലെ തന്നെ ഈ ഒരു കാര്യം ഞാൻ പറയട്ടെ, നമ്മൾ LDC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന സമയത്ത് കൂടുതലായിട്ടും നമ്മളുടെ സിലബസ് ആണ് ഏറ്റവും ആദ്യം നമ്മൾ നോക്കേണ്ടത്. നെറ്റിൽ പോയിട്ട് സിലബസ് എടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിൽ നോക്കുക. നമ്മൾ സിലബസ് അതിൽ തന്നേക്കാം. സിലബസ് നോക്കിയിട്ട് അതിന്റെ ഘടന മനസ്സിലാക്കുക. അത് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് സ്റ്റഡി മെറ്റീരിയൽ വേണ്ടേ, ആ സ്റ്റഡി മെറ്റീരിയൽ ഫസ്റ്റ് സെഷൻ, അതായത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ വീക്ക് ആയിട്ടുള്ള പോയിന്റ് ഏതാണ്. നമുക്ക് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, GK, ജനറൽ സയൻസ്, പൊളിറ്റി തുടങ്ങിയ വിഷയമായിരിക്കും നമുക്ക് സിലബസിൽ വരുന്നത്. നമ്മളൊരു 10ാം ക്ലാസ് പാസ്സായില്ലേ, നമ്മൾ അവിടെ വരെ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് ഇവിടെ വരുന്നുള്ളൂ. ആ ഒരു കഴിഞ്ഞ് നമ്മൾ +2 കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് ഒക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നമുക്കൊരു ജോലിയിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കാത്തത്? ഒരു PSC പോലുള്ള പരീക്ഷ എഴുതി നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്തുകൊണ്ടാണ് ജോലിക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ട്രൈ ചെയ്യാത്തത്? അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കീപ് ട്രൈയിങ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ട്രൈ ചെയ്യണം. അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്? ഇന്നൊരു 150 ദിവസം എന്ന് നമ്മളുടെ മുന്നിൽ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ട് ഓരോ ദിവസവും കൃത്യമായിട്ട് നമ്മൾ എന്താണ് പഠിക്കേണ്ടത്, Day 1, Day 2, Day 3, അങ്ങനെ ഓരോ ദിവസവും കൃത്യമായി സ്റ്റഡി പ്ലാൻ തയ്യാറാക്കി. നിങ്ങൾക്ക് ആ പ്ലാൻ വേണമെങ്കിൽ കമന്റ് ചെയ്യാം. അടുത്ത് വരുന്ന വീഡിയോയിൽ ഞാൻ സ്റ്റഡി പ്ലാനും അതുപോലെ തന്നെ സ്റ്റഡി റിസോഴ്സസും എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരുന്നതാണ്. അപ്പൊ ഈ ഒരു വീഡിയോ ഒരു തുടക്കം മാത്രമാണ്. നിങ്ങളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ ഒരു ഇതായിട്ട് നിങ്ങൾ കാണുക. നിങ്ങളുടെ ലൈഫ് മാറ്റാനുള്ള സമയമായിട്ടുണ്ട്, നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ടൈം ആയിട്ടുണ്ട്. അപ്പൊ ഇത് ചിലപ്പോൾ പിന്നിലൂടെ ആയിരിക്കും, നിങ്ങളുടെ ഈ ഒരു വീഡിയോയിൽ വഴിയായിരിക്കും നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഡിസിഷൻ നിങ്ങൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോ ഈ ഒരു കമന്റ് ബോക്സ് നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ കുറച്ച് നേരം നിൽക്കും, കുറച്ച് കഴിയുമ്പോൾ മാറും. പക്ഷെ അങ്ങനെയല്ല, സെൽഫായിട്ട് മോട്ടിവേറ്റ് ചെയ്യുക. നമുക്ക് എന്താണ് വേണ്ടത്, നമ്മൾ എങ്ങനെ ജീവിക്കണം, നമുക്ക് ലൈഫ് എങ്ങനെ പോകണം നമ്മൾ തന്നെ തീരുമാനിച്ച് അതിന് വേണ്ടിയിട്ട് മുന്നോട്ട് പോവുക.
ജോബ് എന്നുള്ളത് ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് കൊടുക്കുക മറ്റെന്തിനേക്കാളും. ഓക്കെ, അപ്പം ഈ ഒരു കാര്യം കൂടി പറയട്ടെ, നിങ്ങൾക്ക് അവസാനഘട്ട ചാൻസ് ഉള്ളവരാണെങ്കിലും ഈ ഒരു LDC വാങ്ങാൻ നിങ്ങൾക്ക് തയ്യാറാണെങ്കിൽ, അത് പഠിച്ചു നേടാൻ തയ്യാറാണെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് മിഷൻ LDC 2027 എന്നുള്ള ഒരു സൂപ്പർ കോഴ്സുമായിട്ട് നമ്മൾ വരികയാണ്. കോഴ്സിന്റെ ഫീച്ചേഴ്സ് ഇതുപോലെ തന്നെ ഒരു 150 ദിവസത്തെ സ്റ്റഡി പ്ലാൻ ഉണ്ടാകും. ഓരോ ദിവസവും നിങ്ങൾ കൃത്യമായി എന്ത് പഠിക്കണം എന്നുള്ള കൃത്യമായി ടൈം ടേബിൾ ഉണ്ടാകും. ടൈം ടേബിളിന്റെ ഒപ്പം തന്നെ 150 മോക്ക് ടെസ്റ്റുകളാണ് പഠിക്കുന്ന വിഷയത്തെ നിങ്ങൾ ചെയ്യുന്നത്. ഡേ 1 ക്ലാസ് കണ്ടു, അതിന്റെ മോക്ക് ടെസ്റ്റ്. ഡേ 2 ക്ലാസ്, അതിന്റെ മോക്ക് ടെസ്റ്റ്. ഡെയിലി സ്റ്റഡി മെറ്റീരിയൽസ് PDF നോട്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഡെയിലി എക്സാമുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. എല്ലാ ദിവസവും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ലൈവ് ആയിട്ട് നമ്മൾ ഓരോ സബ്ജക്ട് വൈസ് ആയിട്ട്, ടോപ്പിക് വൈസ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. SCRTയുടെ സ്പെഷ്യൽ ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. തുടങ്ങിയ ഒട്ടനവധി ഫീച്ചേഴ്സ് ആയിട്ടാണ് ടീം AZB അക്കാഡമി നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യുന്നതിന് മുൻപ് ഞാൻ പറയുന്നു, സമയവും പഠിക്കുമെന്ന് ഉറപ്പുള്ളതും, അതായത് എനിക്കിത് പഠിച്ചേ പറ്റൂ, എനിക്കിത് നേടിയേ പറ്റൂ, അതിനു വേണ്ടിയിട്ട് സമയം ഒഴിഞ്ഞു വെക്കാനും പഠിക്കാനും തയ്യാറുള്ളവർ മാത്രം ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യുക. കാര്യം നമ്മൾക്ക് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ടൈമാണ് നമ്മൾ ചോദിക്കുന്നത്. പഠിക്കണം, ജോലി നേടണം, തീവ്രമായിട്ട് ആഗ്രഹത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോവുക. അങ്ങനെയുള്ളവർക്ക് ഡെഫിനറ്റ്ലി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു കോഴ്സ് മുന്നോട്ട് കൊണ്ടുവരികയാണ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ എന്ത് ചെയ്താൽ മതി, ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ അഡ്മിഷന് വേണ്ടിയിട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഒരു കമന്റ് ബോക്സിൽ നിങ്ങൾ ഈ തവണ LDC നേടും, മിഷൻ LDC 2027 ഒന്നൊന്ന് കമന്റ് ചെയ്യുക. എത്ര കൂട്ടുകാര് ആ ഒരു ആഗ്രഹത്തോട് കൂടിയിട്ട് നമ്മൾക്ക് ഉണ്ട്? നിങ്ങൾ കമന്റ് ചെയ്യുന്നതോടെ നിങ്ങളുടെ ഫസ്റ്റ് ആ ഒരു മിഷൻ, നിങ്ങളുടെ ആ ഒരു ആഗ്രഹമാണ് അവിടെ വരുന്നത്. എത്ര കൂട്ടുകാർ ആ ഒരു കമന്റുമായിട്ട് വരുന്നുണ്ട് എന്ന് നമുക്ക് കാണാം. അതേപോലെ തന്നെ എന്തെങ്കിലും ഫീഡ്ബാക്സും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. ഡെയിലി സ്റ്റഡി മെറ്റീരിയൽസ്, കറണ്ട് അഫയേഴ്സിന് വേണ്ടിയിട്ട് നമ്മുടെ ഗ്രൂപ്പ് താഴെ നമ്മൾ കമന്റ് ബോക്സിൽ ഗ്രൂപ്പ് നൽകിയിട്ടുണ്ട്. ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്തുന്നതായിരിക്കും. ചിൽ ദെൻ ബൈ ആൻഡ് താങ്ക് യു.